പ്രൈസ് ദി ലോർഡ്. പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. 40-ാം സങ്കീർത്തനം 5-ാം വാക്യം വായിക്കുന്നു. സങ്കീർത്തനങ്ങൾ 40-5. എൻ്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു. നിന്നോട് സദൃശൻ ആരുമില്ല. ഞാൻ അവയെ വിവരിച്ചു പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതെ വണ്ണം അധികമാകുന്നു. പ്രിയരെ, ഈ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തന വാക്യത്തിൻ്റെ നന്മകളെ പ്രാപിക്കേണ്ടതിന് ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. സങ്കീർത്തനക്കാരൻ ദൈവസന്നിധിയിൽ ദൈവമുഖത്തേക്ക് നോക്കി പറയുകയാണ്, ദൈവമേ, നീ ചെയ്ത അത്ഭുത പ്രവർത്തികൾ. ആമേൻ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ഈ പ്രഭാതത്തിലും നിരാശയോടും ഭാരത്തോടും വേദനയോടും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വാക്യം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. ദൈവം അത്ഭുത പ്രവർത്തികളെ ചെയ്യുന്നവനാണ്. രണ്ടാമത്തെ കാര്യം ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്, ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു. വളരെ അത്ഭുത പ്രവൃത്തികളും നമ്മെക്കുറിച്ച്, ദൈവജനത്തെക്കുറിച്ച് വളരെ വിചാരവുമുള്ള ഒരു നല്ല ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. മൂന്നാമത്തെ കാര്യം അതിനകത്ത് പറയുന്നത്, നിന്നോട് സദൃശൻ ആരുമില്ല. ആമേൻ. സങ്കീർത്തനക്കാരൻ ദൈവപ്രവർത്തികളിലേക്ക് നോക്കിയിട്ട് പറയുകയാ, ഞാൻ അവയെ വിവരിച്ചു പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതെ വണ്ണം അധികമാകുന്നു. ആമേൻ. ഈ പദങ്ങളുടെ അർത്ഥം ഇതാണ്, എണ്ണിക്കൂടാതെ വണ്ണം അസംഖ്യമായ അത്ഭുതങ്ങളും തൻ്റെ ജനത്തെക്കുറിച്ചുള്ള വിചാരങ്ങളുമുള്ള ഒരു നല്ല ദൈവത്തെയാണ് ഈ വാക്യത്തിന് കാണുവാനായി കഴിയുന്നത്. മാത്രമല്ല, തുല്യമെന്ന് പറയുവാൻ മറ്റാരുമില്ലാത്തൊരു ദൈവം. പ്രിയരെ, നിറഞ്ഞ ഹൃദയത്തോടെ നാം ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യണം. എന്തുകൊണ്ടാ ഇങ്ങനെയൊക്കെ സങ്കീർത്തനക്കാരൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള കാരണം? ആ സങ്കീർത്തനത്തിന്റെ മുകളിലോട്ടുള്ള വാക്യങ്ങൾ വായിച്ചാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ പാടി ആരാധിക്കുവാൻ ഇടയായതെന്ന് നമുക്ക് മനസ്സിലാകും. രണ്ടാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി, വായിൽ പുതിയൊരു പാട്ടു തന്നു. ആമേൻ. അത് കണ്ട് ഭയപ്പെട്ട് പലരും ദൈവത്തിൽ ആശ്രയിച്ചു. ഇത്രയും വലിയ ദൈവപ്രവർത്തികൾ കണ്ണിന്റെ മുൻപിൽ വെളിപ്പെട്ടപ്പോൾ 5-ാം വാക്യത്തിനകത്ത് പറയുകയാണ്, എൻ്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തി. ഏതാ ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തി? നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. പ്രിയരെ, ആർക്കും പരിഹരിക്കുവാൻ കഴിയാത്ത പ്രതിസന്ധികളുടെ നടുവിലാണോ നിങ്ങൾ ജീവിക്കുന്നത്? മുകളിലേക്ക് കയറി വരുവാൻ പറ്റാത്ത നാശകരമായ കുഴിക്കകത്ത് പെട്ടുപോയി, ഇനി അവസാനിക്കുമെന്ന് പറഞ്ഞ സാഹചര്യം മുഴുവനും വെല്ലുവിളിക്കുന്ന അനുഭവങ്ങളിലാണോ ഈ ദിവസങ്ങളിലും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? നാശകരമായ കുഴിയും കുഴഞ്ഞ ചേറും അനുഭവിക്കുന്നവരോട് പരിശുദ്ധാത്മാവിൽ ഞാൻ ഒരു ആലോചന പറയാം. ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിനകത്തും
ദൈവത്തിന് തൻ്റെ ജനത്തെക്കുറിച്ച് വലിയ വിചാരമുണ്ട്. മൂന്നാമത്തെ കാര്യം, ആർക്കും ചെയ്യുവാൻ കഴിയാത്തത് ചെയ്യും. കാരണം ഈ മഹാദൈവത്തോട് തുല്യം വയ്ക്കുവാൻ വേറെ ആരുമില്ല. അങ്ങനെയാണെങ്കിൽ ജീവിതയാത്രയിൽ നാശകരമായ കുഴിയിലൂടെയും കുഴഞ്ഞ ചേറ്റിലൂടെയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അത്ഭുത പ്രവർത്തികളെ ചെയ്യുവാൻ കരുത്തുള്ള ദൈവമുഖത്തേക്ക് നോക്കാമോ? ആമേൻ. അവന്റെ വിചാരങ്ങൾ വെളിപ്പെടുന്ന നാളുകളായി തീരട്ടെ. അങ്ങനെയാ എഴുതിയിരിക്കുന്നത്. ഒന്ന്, നാശകരമായ കുഴി, കുഴഞ്ഞ ചേറ്. അവിടെ ഞാൻ ആയിപ്പോയപ്പോൾ ഈ മഹാദൈവം എന്ത് ചെയ്യുന്നറിയാമോ? അവൻ എന്നെ കയറ്റി. ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വീണുപോയ, പെട്ടുപോയ, അകപ്പെട്ടുപോയ ഇടത്ത് നിന്ന് സ്വർഗസ്ഥനായ ദൈവം ചിലരെ കരകയറ്റുന്ന ദിവസങ്ങളായിരിക്കട്ടെ. ഘടഭാരത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, അസമാധാനത്തിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് കരകയറ്റുവാൻ കരുത്തുള്ള ദൈവം അവൻ എന്നെ കയറ്റിയിട്ട് എൻ്റെ ഇഷ്ടത്തിന് വിട്ടു എന്നല്ല ആ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി വായിലൊരു പുതിയ പാട്ട് തന്നു. ആമേൻ. ക്രിസ്തുവാകുന്ന പാറയിൽ നിൽക്കത്തക്ക നിലയിൽ സ്ഥിതികൾക്കൊരു മാറ്റം തരുന്ന ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. മാത്രമല്ല, ഇന്നലെ വരെ നിരാശയുടെയും ഇല്ലായ്മയുടെയും ശാപത്തിന്റെയും ലോകത്തിന്റെയും വർത്തമാനം പറഞ്ഞ് നടന്ന ഇടത്ത് ഒരു പുതിയ പാട്ട് പാടുവാൻ തക്ക നിലയിൽ ഹൃദയത്തിനകത്ത് സന്തോഷം കൊണ്ട് നിറയ്ക്കുവാൻ ശക്തനായ ദൈവത്തെയാണ് നാം സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് എന്ന് മറന്നു പോകരുത്. താഴോട്ടെഴുതിയിരിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം, എൻ്റെ ജീവിതത്തിൽ വന്ന വിടുതൽ, അത് കണ്ട് പലരും ഭയപ്പെട്ട് ദൈവത്തിൽ ആശ്രയിച്ചു. പ്രിയരെ, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ദൈവം ഇടപെടുന്ന വലിയ ദൈവപ്രവർത്തികൾ കണ്ടിട്ട് നിങ്ങളുടെ സഹോദരങ്ങൾ, രക്തബന്ധങ്ങൾ, കൂടെ ജോലി ചെയ്യുന്നവരെല്ലാം രക്ഷിക്കപ്പെടുവാൻ, സ്നാനപ്പെടുവാൻ, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ ഈ നാളുകളിടയായി തീരുന്ന അനുഗ്രഹത്തിന്റെ ദിവസങ്ങളായി തീരട്ടെ. നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും മറന്നു കളഞ്ഞിട്ട് ഉപേക്ഷിച്ചിട്ട് പോകുന്ന ദൈവമല്ല. ആമേൻ. ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. അത് 5-ാം വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. ഏത് പ്രതിസന്ധിക്കകത്ത് കിടന്നാലും ദൈവത്തിന് തൻ്റെ ജനത്തെക്കുറിച്ച് വലിയ വിചാരങ്ങളുണ്ട്, വലിയ പദ്ധതികളുണ്ട്, വലിയ പ്ലാനുകളുണ്ട്, വലിയ ഉദ്ദേശങ്ങളുണ്ട്. ആമേൻ. അതുകൊണ്ട് പറയുകയാ, നിന്നോട് സദൃശൻ ആരുമില്ല. അത് ഞാൻ വിവരിച്ചു പ്രസ്താവിക്കുമായിരുന്നു, പക്ഷേ അസംഖ്യമാണ്. എണ്ണിക്കൂടാതെ വണ്ണമുള്ള ദൈവത്തിന്റെ പ്രവർത്തികളെ കണ്ണുകൊണ്ട് കാണുവാൻ, ജീവിതത്തിൽ അനുഭവിക്കുവാൻ, ശ്രേഷ്ഠകരമായ അവസ്ഥകളിലൂടെ മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് പ്രഭാതത്തിൽ നമ്മെ ബലപ്പെടുത്തട്ടെ. എവിടെ നിന്നാ? നാശകരമായ കുഴി, കുഴഞ്ഞ ചേറ്. ആമേൻ. ആ അവസ്ഥയിൽ നിന്ന് വലിച്ചു കയറ്റി ക്രിസ്തുവാകുന്ന പാറയിൽ നിർത്തി ഗമനത്തെ സ്ഥിരമാക്കി വായിൽ പുതിയൊരു പാട്ട് നൽകി തന്ന, താങ്ങുകയും ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുന്ന ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ആരംഭിച്ചു തുടങ്ങട്ടെ. മനസ്സിലാക്കാതെ പോകരുത്. ഈ വാക്യത്തിനകത്ത് പറയുന്നു, ദൈവമേ, നീ ചെയ്ത അത്ഭുത പ്രവർത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും
വളരെയാകുന്നു. ദൈവത്തിന് തന്റെ ജനത്തെക്കുറിച്ച് ഉന്നതമായ പദ്ധതികളുണ്ട്. രണ്ടാമത്തെ കാര്യം പറയുന്നത്, ഞാനത് വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു, എനിക്കതിന് കഴിയത്തില്ല. എന്താ കാര്യമെന്നറിയാമോ? എണ്ണിക്കൂടാതെ വണ്ണം അസംഖ്യമായ നിലയിൽ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം തന്റെ ജനത്തിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തട്ടെ. ഈ നല്ല പ്രഭാതത്തിൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ? നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും ഉപേക്ഷിച്ചോടാത്ത ദൈവത്തിന്റെ പ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെടട്ടെ. ഏൽപ്പിച്ചു കൊടുക്കാം ദൈവകരങ്ങളിൽ. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും തൃക്കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കണമേ. നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും വെളിപ്പെടുന്ന ദൈവത്തിന്റെ കൃപ അനുഭവിക്കുവാനിടയാക്കും. പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.